അവരാരും ബി ജെ പിക്കാരായിട്ട് മത്സരിച്ച് ഇപ്പോൾ ജയിച്ചിട്ടുണ്ട്, മുമ്പ് അവരായിരുന്നില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഇപ്പോഴത്തെ ആസാം മുഖ്യമന്ത്രിയാണ്. ആസാം മുഖ്യമന്ത്രി ആരായിരുന്നു? കോൺഗ്രസ് ആയിരുന്നു. ആസാം മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇതേപോലെ തന്നെ നിലപാട് വന്നു. അതിന്റെ ഭാഗമായി ഹിമന്ത ബിശ്വാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ശാരദ ചിറ്റി ഫണ്ട് കേസാണ് അദ്ദേഹത്തിന്റെ മേലെ ചുമത്തിയത്. പക്ഷെ അയാളത് അയാൾ മാത്രമല്ല, അയാളെ ഭാര്യയെയും പിടിച്ചു. അതായത് ഇപ്പോഴത്തെ ആസാം മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത ബിശ്വാസ് ശർമ്മ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും രണ്ടാളെയും ശാരദാ ചിറ്റി ഫണ്ടിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുമെന്ന അവസ്ഥ വന്നു. ചോദ്യം ചെയ്യാൻ വിളിച്ചു. ഒറ്റ കാര്യമുള്ളൂ, ചോദ്യം ചെയ്യാൻ വിളിച്ച് ശാരദാ ചിറ്റി ഫണ്ടിന്റെ കേസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ഹിമന്ത ബിശ്വാസ് ശർമ്മ കാലുമാറി BJP ആയി. അപ്പോൾ പിന്നെ ശാരദ ഇല്ല, അതുപോലെ തന്നെ ചിറ്റിയുമില്ല, ഫണ്ടുമില്ല, കള്ളപ്പണം വെളുപ്പിക്കലുമില്ല, കേസുമില്ല. ഇതാണ് ഇഡിയുടെ രാഷ്ട്രീയം പറയാനാണ് ഞാനിവിടെ തീരുമാനിച്ചത്. ഇനി ബംഗാൾ മുഖ്യമന്ത്രി എടുക്കാം. ഇപ്പോഴത്തെ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി, എല്ലാവർക്കും അറിയുന്നൊരു പേരാണ്. അദ്ദേഹത്തിന്റെ അതും വേറൊരു തട്ടിപ്പ് കേസാണ്. അത് നേരത്തെ എന്താ ശാരദാ ചിറ്റിയാണെങ്കിൽ ഇത് നാരദിയാണ്. നാരദ എല്ലാം അടുത്തടുത്ത് ബന്ധമുണ്ട്. ആസാമും ബംഗാളുമാണല്ലോ. അദ്ദേഹം ആദ്യം കോൺഗ്രസ് ആയിരുന്നു, പിന്നീട് തൃണമൂൽ കോൺഗ്രസ് ആയി. ആ തൃണമൂൽ കോൺഗ്രസ് ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിനെതിരായിട്ട് ഈ പറയുന്ന കേസ് വന്നത്. ആ കേസ് നാരദ ലക്ഷക്കണക്കിന് ഉറുപ്പിയുടെ, കോടിക്കണക്കിന് ഉറുപ്പിയുടെ തിരുമറിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അത് 2014 2014 കേസ് 2017 ED അന്വേഷിക്കാൻ തുടങ്ങി. ED വന്നു. 17 കഴിഞ്ഞിട്ട് 2020 ആകുമ്പോൾ ഇദ്ദേഹം BJP ചേർന്നു. ഞാനീ പറഞ്ഞ ഇപ്പോഴത്തെ BJP മുഖ്യമന്ത്രിയായിട്ടുള്ള നേതാവ് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് സുവേന്ദു അധികാരി BJPയിൽ ചേർന്നു. അതോടുകൂടി നാരദ ഇല്ല. കോടിക്കണക്കിന് ഉറുപ്പിയുടെ വലിയ അഴിമതി അത് കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് എന്നെല്ലാം പറയുന്ന പോലെ അവരെ കണ്ടുപിടിച്ചിട്ടുണ്ട്, കണ്ണടയിൽ വെച്ചിട്ട്. അതിന്റെ തെളിവുമില്ല, ആ കേസുമില്ല. എന്തേ ഉണ്ടായത്? ED കേസ് പിന്നെ ആരും കണ്ടിട്ടില്ല. അദ്ദേഹം BJP ആയി. ഇപ്പൊ BJP മുഖ്യമന്ത്രിയായി. ഇനി വേറൊരു മുഖ്യമന്ത്രി ഇപ്പോഴെ തന്നെയുണ്ട്. അദ്ദേഹം പക്ഷേ അങ്ങനെ കാലുമാറാൻ കൂട്ടാക്കിയിട്ടില്ല. അതാണ് കർണാടക മുഖ്യമന്ത്രി ശിവകുമാർ. അദ്ദേഹത്തെയും ജയിലിൽ കിടത്തിയിട്ടുണ്ട്. നിരവധി ദിവസം അദ്ദേഹം തിഹാർ ജയിലിലാണ് കിടന്നത്, ഡൽഹിയിൽ. ഇങ്ങനെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരായിട്ട് കേസ് വന്നാൽ, കാലുമാറിയാൽ പിന്നെ കേസില്ല. കാലുമാറിയില്ലെങ്കിൽ ദിവസങ്ങളോളം ജയിലിൽ കിടന്ന് ഹൈക്കോടതിയുടെയോ സുപ്രീം കോടതിയുടെ വിധിയോടെ പുറത്തു വരേണ്ടുന്നതാണ് കാര്യം. അടിസ്ഥാനരഹിതമാണ് ഈ കേസ് എന്ന് പ്രഖ്യാപിക്കുന്ന നിലവിലാണ് കോടതികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പേരിൽ കേസുണ്ടല്ലോ, സോണിയാഗാന്ധിയുടെ പേരിൽ കേസുണ്ടല്ലോ, നിരവധി പ്രതിപക്ഷ നേതാക്കന്മാരുടെ പേരിൽ കേസുണ്ടല്ലോ. ആ കേസെല്ലാം എന്തുകൊണ്ടാണ്? അവർ കീഴടങ്ങാൻ തയ്യാറില്ല. BJPക്ക് കീഴടങ്ങാൻ തയ്യാറായാൽ അന്ന് കേസ് അവസാനിക്കും. അതാണ് ED. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞത്, ഇതിന്റെ ലക്ഷ്യം ആദ്യം കാണണം. അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം വെച്ചുകൊണ്ട് തെളിവുണ്ടാക്കുക എന്നുള്ള പണിയാണ് പിന്നത്തെ പണി. തെളിവടിസ്ഥാനപ്പെടുത്തിയിട്ട് കൈകാര്യം ചെയ്യലല്ല, ലക്ഷ്യം വെച്ചുകൊണ്ട് തെളിവുണ്ടാക്കലാണ്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ചിത്രം.
സ്വാഭാവികമായി ഇത്രയും കാര്യങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഞാൻ വിശദീകരിച്ചത്